ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാർ ടോപ്പിൽ ചെയ്യാവുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈനിങ് വീഡിയോ ആണ്. ഫ്ലവറും ലീഫും സ്റ്റെമ്മും വരുന്ന ഒരു ഡിസൈനിങ് ആണിത്. വളരെ ഈസിയാണ് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ. ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ താഴ്ഭാഗത്താണ് ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും യൂസ് ചെയ്ത് റൗണ്ടിൻ്റെ പകുതി ഭാഗം ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺ വരച്ചെടുക്കണം. ഇനി വരച്ചെടുത്ത പാറ്റേൺ നമുക്ക് എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടി എംബ്രോയ്ഡറി ത്രെഡ് വേണം. ഞാൻ 2 കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നീഡിൽ. അപ്പോൾ വീഡിയോ കാണാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ഈ റൗണ്ടിനുള്ളിൽ ഫ്രഞ്ച് നോട്ട് ചെയ്താണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. സൂചിയിൽ ഞാൻ ഇതുപോലെ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഷോർട്ടായിട്ടും മറ്റേ ഭാഗം ലോങ് ആയിട്ടുള്ളതുമാണ്. ഈ ലോങ് ആയിട്ടുള്ളതിൻ്റെ താഴ്ഭാഗത്ത് ചെറിയ കെട്ടിട്ട് കൊടുക്കണം. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി സൂചി താഴെ നിന്നും മുകളിലേക്ക് എടുക്കാം. ഇനി സൂചിയിൽ ത്രെഡ് 4 തവണ ഇതുപോലെ റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് നിന്ന് തന്നെ സൂചി താഴേക്ക് ഇറക്കാം. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫില്ല് ചെയ്യാം. കംപ്ലീറ്റായി ചെയ്തെടുത്തതിന് ശേഷം താഴെ കെട്ടിട്ട് കൊടുക്കണം. ഇനി ഈ ലൈനിൽ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് ഞാൻ ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്ത പോലെ ഒരു ഭാഗം ഷോർട്ടായിട്ടുള്ളതും മറ്റേ ഭാഗം ലോങ് ആയിട്ടുള്ളതുമാണ്. ഈ ലോങ് ആയിട്ടുള്ളതിൻ്റെ താഴെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നീഡിൽ താഴെ നിന്നും മുകളിലേക്ക് എടുക്കാം. കുറച്ച് ഗ്യാപ്പ് വിട്ട് നീഡിൽ താഴേക്ക് ഇറക്കണം. വീണ്ടും നീഡിൽ
ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെടുക്കാം. ഇനി നീഡിൽ കുറച്ച് ഗ്യാപ്പ് വിട്ട് താഴേക്ക് ഇറക്കി നമ്മൾ നേരത്തെ നീഡിൽ താഴ്ത്തിയിരുന്ന ഭാഗത്ത് നിന്ന് നീഡിൽ മുകളിലേക്ക് വലിച്ചെടുക്കണം. ഇതുപോലെ ലൈനിൻ്റെ താഴ്ഭാഗം വരെ ചെയ്തെടുക്കാം. ലൈൻ കംപ്ലീറ്റ് ആയി ചെയ്തെടുത്താൽ താഴെ കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ ഫ്ലവറും സ്റ്റെമ്മും ചെയ്തെടുത്തു. ഇനി നമുക്ക് ലീഫാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിന് ഗ്രീൻ കളർ ത്രെഡ് താഴെ നിന്നും മുകളിലേക്ക് എടുക്കാം. ഇനി നീഡിൽ മുകളിലേക്കെടുത്ത അതേ സ്ഥലത്ത് നിന്ന് ഒന്ന് താഴേക്ക് ഇറക്കി കുറച്ച് ഗ്യാപ്പ് വിട്ട് സൂചിയുടെ കുറച്ച് ഭാഗം മുകളിലേക്കെടുത്ത് ഇതുപോലെ ത്രെഡ് ഒരു തവണ റൗണ്ട് ചെയ്ത് ബാക്കി വരുന്ന നീഡിൽ മുകളിലേക്ക് വലിച്ചെടുക്കാം. ഈ ലീഫിൻ്റെ മുകളിലൂടെ ഇതുപോലെ നീഡിൽ താഴേക്ക് ഇറക്കി എടുക്കണം. ഇപ്പോൾ ലീഫ് ചെയ്തെടുത്തു. ഇങ്ങനെ ബാക്കിയുള്ള ലീഫും ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്ലവറും ലീഫും സ്റ്റെമ്മും ചെയ്ത് ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ചുരിദാറിൽ ഈ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനിങ് കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.